ആഫിയത്ത് പറഞ്ഞ് എന്റെയും എൻ്റെ പകറിൻ്റെ ഇടയിൽ ഒരു മുഴമണ്ണാണ് ബാക്കിയില്ല. അതുകൊണ്ട് ആ യാത്ര പോകുന്നതിന് മുമ്പ് എന്നെ പ്രസവിച്ച് ജനിച്ച ഈ നാട്ടിൽ ഒരു 5-10 മിനിറ്റ് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ സുബൈനാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം ഒരു ചെറിയ ഒരു ചരിത്രം, അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചെറിയ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്ക് ഭയങ്കര നിഅമത്തിനെ കൊടുക്കുന്നു. അതേ ആളെ വെക്കുന്ന നിഅമത്തിനെ ഇല്ലാണ്ടുമാക്കുന്നു. വലിയ ഉണ്ടായ ആള് അവൻ തീരെ ഇല്ലാണ്ടാകുന്ന അവസരത്തിൽ അവനിക്കുള്ള മശക്കത്ത് എത്രയായിരിക്കും? ചില സ്ഥലത്ത് ആ വലിയ വലിയ പണക്കാർ ഇരുന്ന പൊരന്റെ തറം കൂടിയിട്ട് എഴുതിട്ട് പോയിട്ട് അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചരിത്രമാണ് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഒരു വലിയ പണക്കാരനെ തോറ്റുപോയി. ആ കുടുംബത്തിലുള്ള ആൾക്കാർ പല ഭാഗത്തും പല സ്ഥലത്തായിട്ട് അവരിങ്ങനെ പോയി. അതിൽ ഒരാൾ ആ പരയിൽ ബാക്കിയുണ്ടായിരുന്നു. അയാൾ ആ വീണ പൊരന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ചറ്റെല്ലാം കെട്ടിട്ട് അതിൻ്റെ അടിയിൽ കിടക്കും. അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു ഇയാളൊക്കെ. ഈ പാത്രത്തിനെ രാവിലെ അടിച്ച് കഴുകി അതിൽ വെള്ളം കുടിച്ച് പിന്നെ ഒരു തട്ടെല്ലാം കെട്ടി നല്ല ബജാറിന് വന്ന് ചുറ്റും ഓരോരോ പീടിയിലേക്ക്. ആ പീടിയിലേക്ക് ചുറ്റുമ്പോൾ എല്ലാവരും ഇതിലേക്ക് ഒരു 50 പൈസയോ 1 രൂപയോ അതിന്റെ ഫൈന് മനസ്സിലിറക്കി. ഇത് ഇയാള് വാങ്ങി മകരിവാകുമ്പോൾ ഈ പൈസ കൊണ്ടിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇളത്തിൽ തിന്നു. എന്നിട്ട് അതിന്റെ തലഞ്ഞടിക്ക് വെച്ച് കിടക്കും. ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പോയി ഒരു സ്വർണ്ണക്കടയിലേക്ക് എത്തി, ബംഗാരങ്ങാടി. അങ്ങനെ പലയാളും പൈസ എഴുതി. ഈ സ്വർണ്ണക്കടക്കാരന് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു രൂപന്റെ കോയിനെടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. എറിയുമ്പോൾ ഈ പാത്രത്തിലേക്ക് അത് വീണു. വീഴുമ്പോ കയ്യിനൊരു ശബ്ദം ഉണ്ടാകുന്നില്ലേ, ശബ്ദം ഉണ്ടാകുന്നില്ലേ? ആ വീഴുമ്പോ ആ സൗണ്ട് കേൾക്കുമ്പോ ഈ ക്യാഷിലിരുന്ന പണക്കാരനും എല്ലാവരും എണിച്ചിരി പിടിച്ച് പറഞ്ഞ പാത്രം ഇങ്ങോട്ട് തരുന്നു. ഈ പാത്രത്തിന് ഇയാൾ എടുത്തോടെ പോയി മെല്ലെ ഉള്ളിൽ പോയിട്ട് പൊന്ന് ടെസ്റ്റാക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിലേക്ക് ഇയാൾ ഇങ്ങനെ വരച്ച് ഈ സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ ഇയാൾക്ക് മനസ്സിലായത്. ഇങ്ങനെ വരച്ചിട്ട് നോക്കുമ്പോൾ 24 ക്യാരറ്റിന്റെ പൊന്നാണ് ഈ പാത്രം. ഈ പാത്രം 24 ക്യാരറ്റിന്റെ പൊന്ന്. ഇയാൾക്ക് ഈ വിഷയം അറിയില്ല. ഇത് ഇയാളെ കയ്യിൽ ഇയാളിങ്ങനെ കുളിച്ചിട്ട് വേഗം കൊണ്ടുപോയത്. ഈ സാധനം ഇത്രയും ഭയങ്കര ഒരു സാധനമാണെന്ന് ഞങ്ങൾക്കറിയില്ല. സ്വർണ്ണക്കടക്കാരനെ പറഞ്ഞ് ഈ പാത്രം ഞങ്ങൾക്ക് നിങ്ങൾ തന്നാല് നിങ്ങളെ നമ്മളെ ഈ കടയിൽ പാർട്ട്ണറാക്കിയിട്ട് കൂട്ടി നിങ്ങൾക്ക് വലിയ പണക്കാരനായി ഒരു കാറും എടുത്ത് ഒരു ഡ്രൈവറും വെച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അതുകൊണ്ട് ഇങ്ങോട്ട് തരിയെന്ന് പറഞ്ഞ് അയാളെ പാർട്ട്ണറാക്കി കൂട്ടി കച്ചവടം ചെയ്യും. സാധനം ഇയാൾക്ക്, പക്ഷെ ഇയാൾക്ക് അറിയില്ല ഇത് എന്ത്. അങ്ങനത്തെ പാത്രം നമ്മളെ ഈ കണ്ണൂരിൽ വന്നിട്ട് ജുമാക്ക് കൂടിയ ആരെങ്കിലും വരയിൽ അങ്ങനത്തെ പാത്രം ഉണ്ടാകുന്ന കയ്യിൽ പൊതിച്ച് നാലും 5 ആളുകളുണ്ട് ഒരു മുസാഫ്. ആ മുസാഫിന്റെ അകത്ത് ആരും ഇരിക്കില്ല. ഈ മുസാഫിന്റെ നനയെടുത്തിട്ട് ഇങ്ങനെ ഓതിയോണ്ട് ഇയാള് പാത്രം കുടിച്ചിട്ട് ഇങ്ങനെ ചൊറ്റിയ മാതിരി ഈ മുസാഫിനെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓതിട്ട് ആടെ മടക്കി വെച്ചിട്ടല്ലാണ്ട് ഈന് ആ കല്ലിൽ വരച്ചിട്ട് നോക്കിയിട്ടില്ല. ആ വിഷയമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. പുസ്തകത്തിൽ കൂടെ എത്ര മണിക്കൂർ സംസാരിക്കും?
അത്രേ കൈവിട്ട്. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഈ ഇരുന്ന ആൾക്കാർ മുഴുവനും കാണാപാടാക്കേണ്ട ഒരായത്തുണ്ട്. സൂറത്തുൽ നഹ്ൽ എന്നതിന്റെ പേര്. ഈ തേനീച്ചനെ പറ്റി പറയുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിലുള്ള ഒരായത്ത് ഇവിടെ ഉള്ള മുഴുവൻ ആൾക്കാരും പഠിച്ചിട്ടേ വേണോ, അത് കാണാപാടാക്കിട്ടേ വേണോ? അതേത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാ? ഞാൻ ഓതില്ല, രണ്ട് വട്ടി ഇങ്ങോട്ട് തെരായില്ലാണെന്ന് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى. അവർക്ക് പാടുന്നുണ്ട്. ഈ ആയത്തിന് കറക്റ്റ് എല്ലാവർക്കും പാടണം. എല്ലാവർക്കും ഉണ്ടെങ്കിലാ ഈ ആയത്ത് ഈ മിമ്പറിൽ തുടങ്ങിയിട്ട് കൊല്ലത്തിലായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലം മുതൽ ഈ ആയത്ത് പള്ളിയിൽ ഓതുന്നു. ഇതുവരെയൊക്കെ അതിന്റെ ഉള്ളിലുള്ള വിഷയം എന്തെന്ന് ആർക്കും അറിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു വിഷയമാണ് നിങ്ങളുടെ എന്താണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പരന്റെ മുറ്റത്തിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടി ഒരാള് പോയി. അയാളെ പേര് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. അദ്ദേഹം ഇസ്ലാമായിട്ടില്ല. ആ ഉസ്മാൻ ഇബ്നു മദ്ഊനെ ഇങ്ങനെ വിട്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് ഉസ്മാനെ കൊണ്ടുവാ, കുറെ കാലമായി എന്നെ കാണുന്നത്, മുസ്ലിമല്ല. ആ മുസ്ലിമല്ലാത്തവരോട് റസൂലുള്ള ഈ നിലക്കാണ് പെരുമാറിയത്, ഇങ്ങോട്ട് വാ, ഇരുത്തി. എന്താ സുഗന്ധല്ലേ എന്നിങ്ങനെ സുഗന്ധല്ലേ എന്ന് ചോദിച്ച് പെട്ടെന്ന് അള്ളാന്റെ റസൂൽ ആകാശന്റെ ഭാഗത്തിലേക്ക് ഒരു നോട്ടം, എന്തോ ഒരു ഫ്ലൈറ്റ് ഇറങ്ങും പോലെ അങ്ങനെ നോക്കി. അപ്പോഴാണ് എന്തോ അദ്ദേഹത്തിന് റസൂലിന്റെ കണ്ണിന് അങ്ങനെ ഇറക്കി ഒരു ഭാഗത്തിൽ നോക്കി വെച്ചിങ്ങനെ ആ നോക്കിയിട്ട് വെച്ച സ്ഥലത്തേക്ക് ഇയാളെ റസൂൽ എണീച്ചിട്ട് പോയി അടയുന്നു. ഇരുന്ന് കുറഞ്ഞ സമയം ഇങ്ങനെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ തല മുതൽ കാല് വരെ ഭക്ഷണത്തിന് കൊടുക്കുന്നു. കുറച്ചു നേരം ഇരുന്ന് ആണ് എണീച്ച് കയ്യിലുണ്ടായ തോർത്തുകൊണ്ട് ദശർപ്പിനെല്ലാം തോർത്തിട്ട് രണ്ടാമത് വന്നിട്ട് ആരെടുത്ത് വന്ന് അവിടെ വന്നിട്ട് മുഹമ്മദ് എന്നെ നീ വിളിച്ച് ഇവിടെ ഇരുത്തി ഈ ആകാശത്ത് നോക്കി ആളെ അങ്ങോട്ട് നോക്കി എന്ത് കളി? അപ്പോൾ മഹാനായ റസൂൽ പറയുന്നേ, എനിക്കൊരു ആയത്ത് ഇറങ്ങി. ആ ആയത്ത് എന്താണ്? ഇതിനെ കൂടെ ഓതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്മുറുകും ലഅല്ലകും തദക്കറൂൻ. ഇങ്ങനെയുള്ള ഒരു ആയത്ത് എനിക്ക് ഇറങ്ങിയപ്പോൾ അതിന്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി എനിക്ക് എൻ്റെ ബ്ലഡെല്ലാം ചൂടായി വിഷർത്ത് പോയതാണ്. അപ്പോൾ ഇയാൾ അറബിയല്ലേ, ആളിങ്ങനെ ആലോചിച്ചു, ഈ മുഹമ്മദ് ജനങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിലേക്ക് ഇയാളിപ്പോ ഈ ആയത്തിൽ പറയുന്ന വിഷയത്തിനുണ്ടെങ്കിൽ ഒരൗത്തന്നെ തുണി കൽക്കിട്ട് ആർത്തിട്ടെങ്കിൽ ഇപ്പോഴത്തെ ഓണം ജാലടിക്ക് വെക്കാണ്ട് ഈ ആയത്തിലുണ്ടോ? വലിയ ആയത്തിൽ അങ്ങനെ അപ്പുറത്തെ വെക്കുന്ന തുണി ആർത്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജാലടിക്ക് വെക്കുന്നത് ചൂടുപാടും. നീന് കച്ച കെട്ടിട്ട് റിക്ഷലാക്കാറില്ലാതെ വെക്കാണ്ട് ഈ ആയത്തിലുണ്ടോ? നീന് വീട് കഴിച്ചിട്ട് പിന്നൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്നതിലേക്ക് വീട് കഴിക്കുവാണ്ട് ഈ ആയത്തിൽ. ഇത് ഈ മുഹമ്മദിലേക്ക് എന്റെ ഉപകാരം. അങ്ങ് വീടി വെച്ചെങ്കില്, അങ്ങ് കച്ച കെട്ടിങ്ങണ്ട്, ഞങ്ങൾ അപ്പനെ സീർത്തിയാക്കിങ്ങണ്ട് എന്നുള്ളത് ആ വിചാരം വന്നിട്ട് മൂപ്പരിങ്ങനെ ആലോചിച്ച് ഇതിങ്ങനെ വെറുതെ ഉള്ളതല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ചു. ഒറ്റ പ്രാവശ്യം കേട്ട് മാത്രം, രണ്ടുവട്ടം കേട്ടില്ല. രണ്ടനുഭവത്തിൽ ഈ വിപത്തിന്റെ അപ്പമേറുന്നൊരു ഒത്തിരി ആയത് കൊല്ലണം ഇതൊരു വിശ്വനാഥില്ല. അപ്പൊ ഇത് വരസിൽ നോക്കിയില്ല, ഈ കല്ല് വരസിൽ നോക്കിയില്ല. മക്കയുടെ അടുത്ത ഒരു സ്ഥലത്ത് വിഷയം കിട്ടി. മദീനത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നബിയാണെന്ന് വാദിക്കുന്നുണ്ട്. ആ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു രാജാവ്, ആ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഞാൻ കാണാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ നാട്ടുകാരുടെ ഉദ്ദേശം എന്ത്, അഭിപ്രായമുണ്ട്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് നിങ്ങൾ പോകാൻ പാടില്ല, രണ്ടാൾക്കാരെ ഇവിടെ തീരുമാനിക്കാം. അങ്ങനെ രണ്ടാളെ അങ്ങോട്ട് അയച്ചു. പോകുമ്പോൾ റസൂലുള്ളാഹി ഇരുന്നിട്ടുണ്ട്, ആൾക്കാരുണ്ട്. റസൂലുള്ളാഹിനോട് അദ്ദേഹം വന്ന് രണ്ടാളെ ചോദിച്ചു, മൻ അന്ത മാ അന്ത. മന്നുണ്ടെങ്കിൽ ആദ്യയിലേക്ക് പേമാർക്ക് നീനാറ്, മാ അന്താണെന്നെങ്കിൽ നീ എന്തിരൻ. ഇതാണ് നിങ്ങാണെന്ന് കേൾക്കണം, ഇതെന്തിരൻ. അതുപോലെ റസൂലുള്ളാഹിനോട് കേട്ട മന്ന തനിയാർ, ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്, നീ എന്തിനാണ് കേട്ടില്ല. എന്നാൽ ഞാൻ അല്ലാഹുവിന്റെ ഒരു റസൂലാണ്. ആ റസൂലായ നാളെ നിങ്ങളിലേക്ക് വന്നില്ലേ, എന്തിനുമായിട്ട് നിങ്ങൾ വന്നില്ലേ. ഞാൻ വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൊക്കെ ഇറക്കില്ല. ഓരോട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. ഇങ്ങനെ രണ്ടാളും മുഖം നോക്കുന്നു. വലിയ വിഷയം. അതുകൊണ്ടിട്ട് ഇനിയൊക്കെ ചോദിച്ചു അത് കേട്ടു. ഞങ്ങളുടെ മസാല കഴിപ്പിക്കുന്നവർക്ക് മാസമല്ലേ ഇല്ല. അതേ ആയത്ത് രണ്ടാമത് ഓതിട്ടാകുമ്പോൾ ഇവർ രണ്ടാളും എണീറ്റ് നിന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ഷഹാദത്ത് ചെയ്ത് ഇസ്ലാമായി. അവർ രണ്ടാളും അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ നാട്ടിന്റെ രാജാവോട് പറഞ്ഞ് ഞമ്മ ഇങ്ങനെ പോയിട്ടുണ്ടായത്, ഇങ്ങനെ സംഭവിച്ച് നമ്മൾ രണ്ടാളും ഇസ്ലാമായി. രാജാവ് ആ നാട്ടുകാരെ മുഴുവനും വിളിച്ച് ഒരു സ്റ്റേജ് കെട്ടിനകത്ത് എണീച്ചെന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ രണ്ടാളെ അയച്ച, രണ്ടാളും മടങ്ങി വന്നിട്ടുണ്ട്, അവർ രണ്ടാളും ഇസ്ലാമായിട്ടുണ്ട്. ആ മുഹമ്മദിനുള്ള തത്വം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആള് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനാണ് പറയുന്നത് ഞാൻ ഇസ്ലാമായി, നിങ്ങളും എൻ്റെ കൂടെ ഇസ്ലാമാവും. ഇത്രയും ഭയങ്കര ഒരു ആയത്താണ് വെള്ളിയാഴ്ച ഖുതുബയിൽ ഓതി. ആ ഖുതുബിന്റെ ലാസ്റ്റ് രണ്ടാമതും വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ കൊണ്ട് നീതി കൊണ്ട് നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു. നീതി ഉണ്ടെങ്കിൽ ഒരു ഉമ്മക്ക് ഒരാൾക്ക് രണ്ട് പെരുമാറുണ്ടെങ്കിൽ ഒരുപോലെ നീതിയാക്കണം. വ്യാഖ്യാനിക്കാനുള്ള സമയം കിട്ടണം. ഇതൊരു 22 ദിവസത്തിന്റെ വേദന പറയുന്നതാണ്. വലിയ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ടിട്ടും അല്ലാഹു തആല കൽപ്പിക്കുന്നു. ഇഹ്സാൻ എനിക്ക് റസൂലുള്ളാഹി എനിക്ക് അർത്ഥം വെച്ചത് ജിബ്രീൽ വന്ന് പഠിപ്പായിട്ട് അൻതഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻതഅബ്ദുല്ലാഹ് അല്ലാഹുവിനെ നീ ഇബാദത്ത് എടുക്കലാണ്. എങ്ങനെ? കഅന്നക തറാഹു, നീ അവനെ കാണും പോലെ. ഇപ്പോൾ ഒരു ജാഗിൽ ഒരു തോട്ടത്തിന്റെ പണിക്ക് പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്നു, അതിൻ്റെ അടുത്ത് വീട്ടിൽ തണ്ണി കുടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മുതലാളി വന്നിട്ട് എത്തിയതിൻ്റെ പറയെ പിന്നെ അപ്പുറം നോക്കല ശരിക്കും പണിയെടുത്തുകൊണ്ടുണ്ടാവും. എന്റെ ഇന്ന ഉയർന്നാവും, അവൻ ഇവനെ കാണുന്നു അല്ലേ? അതുപോലെ നിന്റെ അഭിപ്രായത്തിൽ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയായിട്ട് വേണം എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ഈ ആയത്തിൽ പലതരത്തിന്റെ രഹസ്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ആയത്തിന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഈ ആഴ്ച നിങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് പോയിട്ട് കച്ചവടം തുടങ്ങുന്നെങ്കിൽ പിന്നത്തെ ആഴ്ച വരേക്കും നിങ്ങളെ എന്തെല്ല കച്ചവടത്തിലും മറ്റുണ്ട് ആ വിഷയത്തിലെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖതീബ് ഈ ആയത്തിനെ ഓർക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് അനുസരിച്ചിട്ട്
അത് ഉസ്താദന്മാരോട് ചോദിച്ചില്ല. അപ്പൊ നമ്മൾ എന്താക്കണം, ഖുർആൻ എന്ന് പറയുന്ന ആ സാധനത്തിനെ ധരിച്ചിട്ട് നോക്കണം. ഇത് ബംഗാള വെള്ളിയ ഇത്തരമാണ്. അങ്ങനെ നോക്കിയെങ്കിൽ മാത്രം നമുക്ക് ഖുർആൻ മനസ്സിലാവണം. വെറും ഓരോ കൊണ്ട് പോയത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. മനസ്സിലായി? അതുപോലെ തന്നെ നമ്മൾ ഈ എട്ടിയാർ കണ്ണൂർ എന്ന് പറയുന്ന നാട് എഴുത്തു കൊല്ലം മുമ്പ് ആലിമീങ്ങൾ ഇവിടെ ദർശനത്തിന് പോയിട്ട് ഏതെല്ലാം നാട്ടിലും ദർശനം. ഞാനിക്കൊരു ചെറിയൊരു ഉദാഹരണം കയ്യിലാക്കി. ഞങ്ങൾ ഈ കണ്ണൂരിലല്ല പണ്ട് കക്കൂസില്ല കന്നാസ്. അപ്പൊ എന്താക്കിയത്, ഒരു വലിയൊരു ഗുളിയാക്കി. ആ ഗുളിന് രണ്ട് സൈഡ് രണ്ട് പലക വെക്കും അല്ലേ? ആ പലക വെച്ചിട്ട് അതിന് മേലെ തെച്ചിട്ട് കണ്ടോ ഉണക്കോ സാധാരണ അങ്ങനെ വരും. അത് ഒരേ കാലങ്ങളിൽ അത് പോയി ഒരാളെ ഈ കടാസിൽ വെച്ച പലകനെടുത്ത് വെച്ചവരാണ് എറിഞ്ഞിട്ട് പൊരിക്കാനാവുമ്പോൾ അവിടെ ഒരു ആചാര്യമാണ്. അവൻ പറഞ്ഞു കേട്ട ഈ പലകനെന്ന് എനിക്കൂടെ എറിഞ്ഞില്ലേ, അത് കണ്ടാസിൽ വെച്ച് അല്ലാണ്ട് ആരും കൊണ്ടുവരാ ഞാൻ എടുത്തോട്ടാം. അവൻ ആ പലകരെ കൊണ്ടുവന്നിട്ട് അതിൽ ഗീസിലിട്ട് നല്ല ചന്തതാക്കി ഒരു പെട്ടിയാക്കി. എന്റെ പെട്ടിയാക്കി ഈ പെട്ടിയെ ഔദ്യോഗിനെ വെച്ചിട്ട് മുഹമ്മദ് നിസ്കരിച്ചിട്ട് അവൻ മുപ്പരിക്ക് ചോർന്നു വന്നിട്ട് അവൻ ഈ പെട്ടി കാണുന്നു. പിന്നെ അത് അതിശപ്പെട്ട പെട്ടി. ഇതെല്ലാം മുഹമ്മദ് ആ പെട്ടി നക്ക് തന്നെ നിൽക്കുന്നേ കുറിച്ചാല് എനിക്ക് പള്ളിയിൽ മുസാഫല്ല അവിടെ ഉള്ളതായി. അപ്പൊ പെട്ടിയിൽ മുസാഫിനെ വെക്കാൻ വേണ്ടി ഒരു പെട്ടി കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ പെട്ടി നക്ക് തന്നു. ഇയാൾ ഈ പെട്ടിനെ കൊണ്ടുവന്ന് ആടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മുസാഫിനെല്ലാം വെച്ച് അസറ നിസ്കാരത്തിന് ഉസ്താദ് വന്നു. ഉസ്താദ് വരുമ്പോൾ അവിടെ ഒരു പെട്ടി കാണും. ഈ പെട്ടിനെ കണ്ട അവസരത്തിൽ പെട്ടി അത് മുഹമ്മദ് തന്നത് നല്ല പെട്ടിയുടെ തൊടാൻ പോകും. ഒരിക്കലും തൊട്ടുന്ന ഉള്ളോട്ട് തോന്നോ ഉള്ളോടത്തിൽ വന്നിട്ട് പിന്നെ തൊട്ടണം. കാരണം അതിലുൾക്ക് അവർ മുസ്കാഫുള്ള സാധനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തൊടാൻ പറ്റില്ല. ഞങ്ങൾ ഈ രാജ്യത്തൂടെ വന്ന് നോക്കുമ്പോൾ ആറെക്കാണ്ട് മുത്താലിമികളുണ്ട്. ഈ മുത്താലിമികളെല്ലാം ഒരു കാലത്ത് ആ പലകി പോയതായിരുന്നവരല്ല. അതിൽ പിന്നെ കൂടെ ഓടിട്ട് പോയ എത്രയോ മൊയിലാക്കന്മാര് അങ്ങനെ കാണുമ്പോൾ തന്നെ ദൂരെ നിൽക്കുക. അത്തരം ബഹുമാനിക്കുന്ന ഈ മുസ്ലാഫ് അതിനോട് പോയിരിക്കും. അതുപോലെ നിങ്ങളുടെ രാജ്യത്തങ്ങൾക്കുള്ള സഹായം കൊണ്ടിട്ട് ഇത്തരം വലിയ മുഖാലിമികളെ പിന്നെയും പിന്നെ ഈ ഫാക്ടറിയിൽ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊയ്ലാന്മാരെ കൊണ്ടുവന്നിട്ട് പിന്നെ മൊയ്ലാറായിക്കൊണ്ടു. ഒരു കാലത്ത് ഇതായിട്ട് ആൾക്കാരുടെ കാതിനെ വിട്ട് കുടിച്ചിട്ടുണ്ടോ അത് ഇപ്പത്തും വീട്ടുകാരായി പഠിക്കാം. അത് നിയമനാക്കി നിങ്ങൾ രായത്തിന് നിങ്ങൾ പോയിട്ട് പഠിക്കുന്നുണ്ട്. നക്ക് എത്രയോ കൂടെ ഈ കോണിയുടെ പാണ്യത്തല്ല ഞാൻ പേരാശ ദർശന കഴിഞ്ഞാൽ പതിവിൽ ശനിയാസൻ സുബൈക്ക് പോട്ടേക്ക് 300 പൈസ തരുമോ അതെല്ലാം കൊണ്ട് ഞാൻ ഓതിട്ട് വന്നിട്ട് മുസ്ലാം പോലെ ഈ കാതോട് പോലെ. അങ്ങനെ ഈ നാട്ടിൽ ഇപ്പോൾ ഇവിടെ നല്ല ഒരു നിരക്കാണ് കാണുന്നത്. അതോടുകൂടി ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പലപ്പോഴും ഞാൻ കാണലുണ്ട്. അത് നിൽക്കാനല്ല അതൊക്കെയാണുള്ള വലിയ സ്നേഹം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കോട്ടയ ഉസ്താദിനെ അയാളെ ചെറുപ്രായത്തിൽ ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അപ്പൊ അതെനിക്ക് ഓർമ്മ. അപ്പൊ നല്ല പൊതുവയും ഇന്നാളെ പൊതുവ ഓതിയ ആ വിഷയത്തിനെ ചൊന്നത് കണ്ടെങ്കിൽ ഇപ്പൊ ഇന്നിവിടെ അസറോളം കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ 20 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ എടുപ്പായിട്ട് നിങ്ങളോട് എനിക്ക് ചൊല്ല ഉദ്ദേശിച്ചത് ഞാൻ ആഫിയത്ത് നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് പിന്നെ മരിച്ചു പോകുന്ന റായത്തിന് സ്വന്തം റായത്തിന് നിങ്ങളെ കുടുംബം ഈ റായത്തെ പെണ്ണുങ്ങളെ കണ്ട് പിടിച്ചിട്ടോറുള്ള ബന്ധമുണ്ട്. അങ്ങനത്തെ ഈ റായത്തങ്ങളെ
ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. കുട്ടിക്ക് 10,000 കൊടുത്ത്. അതുകൊണ്ട് എല്ലാവരും ഈ സാധുവായ എനിക്ക് വേണ്ടി ഈമാനം കിട്ടാൻ വേണ്ടി ദ്വാരക്കുകയും നിങ്ങൾക്ക് ഞാനും ദ്വാരക്കുന്നുണ്ട്. കണ്ണൂരങ്ങാനുണ്ടെങ്കിൽ ഈ 6 മനുഷ്യരുടെ പ്രതികരണമാണ്. ഇന്നത്തെ മനുഷ്യരാണ്. പിറ്റേന്ന് വെള്ളിയാഴ്ച ഞാൻ മയ്യെത്തിച്ചിട്ട് ദ്വാരക്കുക. അതിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. നാം ഈ നായത്തെ അകത്തുൽ ഒന്നനെ ഈമാൻ ഇട്ടുണ്ടാക്കിയത് ഒരേ ഈ പാട്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും പറഞ്ഞതിന് വരുത്തപ്പെടണം. എല്ലാവരും എനിക്ക് ദ്വാരക്കണം. എല്ലാ ദിവസവും നിങ്ങൾക്ക് വന്നെങ്കിൽ അതിന് വലിയ സ്ഥാനമുള്ള ആ ആയത്ത് പോകുന്ന അവസരത്തിൽ എന്നെ ഓർമ്മയാക്കി അതിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത് സംസാരത്തിന് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനുറഹീമായ തമ്പുരാൻ നമ്മുടെ ആദ്യങ്ങളിൽ നിന്നാക്കണേ. സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്ന സക്കറാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ആ മരണത്തോടുള്ള ലദ്ദത്ത്, മുമ്പലല്ല സക്കറ, ആ ലദ്ദത്ത് റഫീഖുല്ലാഹിലാക്കുന്ന ആ ലദ്ദത്ത് ഞങ്ങൾക്ക് നീ മരിക്കുന്ന അവസരത്തിൽ തരണേ. إنك أنت السميع العليم وتب علينا إنك أنت